ഹലോ ഗായ്സ്, ഈദ് മുബാറക്. ഇപ്പോൾ രാവിലെ നീച്ച് കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സാധാ യൂഷ്വൽ ഡ്രസ്സാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ല ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയാകും. പിന്നെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഗാനിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത്ര കളറൊന്നും വന്നിട്ടില്ല. വരികയായിരിക്കും. പിന്നെ ഇന്നലെ എഴുതിയ കൺവെൻഷനാണ് ഗൈസ്. പിന്നെ ഫുഡൊക്കെ സെറ്റായി. പുഡിങ് ഉണ്ടായിരുന്നു. പുഡിങ് ഇപ്പോഴാണ് സെറ്റ് ചെയ്തത്, ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്താ ചോദിച്ചാൽ നെയ്ച്ചോറാണ്. പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ, പുഡിങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ ഉമ്മാൻ്റെ ചീത്തവിളി കേട്ടിട്ടാണ് നീച്ച്. അപ്പം എനിക്ക് നീച്ചപ്പോൾ ഉള്ള വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ പോയിട്ടാണ് നിസ്കരിക്കുക. അപ്പോഴും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലെത്തി. സാധാ ഡ്രസ്സാണ് ഗൈസ്. ഇനി കുളിച്ച് നല്ല കുളിക്കല്ല, കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ മാറ്റി വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ ഗൈസ്, ഞാൻ പിന്നെ പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ബട്ടർ പുഡിംഗ് ആയിരുന്നു. ബട്ടറും ബ്രെഡും അങ്ങനെയൊക്കെയുള്ള പുഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മേലൊക്കെ കുറച്ച് പിസ്താഷ്യൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പുഡിംഗ് രാവിലെ ആട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു സെറ്റ് ആവാൻ. പിന്നെ ആസ് യൂഷ്വൽ എന്നത്തെ പെരുന്നാളും പോലെ തന്നെ 11 മണിക്ക് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയത് ഇതൊക്കെയായിരുന്നു കേട്ടോ. നെയ്ച്ചോറ്, അതേപോലെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ബീഫ് വരട്ടിയത്, അങ്ങനെ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള പുളിയിഞ്ചി, അങ്ങനെ അതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ നീച്ച് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു 11 മണി 11:30 ആ ടൈമിലാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളൊരു നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും അങ്ങനെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികമൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പ്രാവശ്യം വീട്ടിൽ ബിരിയാണി ആട്ടോ ഉണ്ടാക്കല്. പിന്നെ എന്തായാലും ബിരിയാണി പിറ്റേ ദിവസം കഴിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അന്ന് ഇതൊക്കെയാണ് ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റുമ്പോഴാട്ടോ ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെയാണ് എല്ലാ പെരുന്നാക്കും ചെയ്യുന്നത്. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ തന്നെ പുഡിംഗ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് സെറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒന്ന് ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു. ഗായ്സ്, ഇപ്പോൾ ഞാൻ വിചാരിച്ചു മാറ്റാൻ പോവാണ്. ഇനി ടൈമില്ല. അപ്പോൾ സമയമൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ എന്ന്. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതും പിന്നെ ഇതും ഉണ്ട് ഗൈസ്. അപ്പം അത് രണ്ടുമാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. അതിൽ ഞാൻ അധികം യൂസ് ചെയ്യണത് ആ ഒരു ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യണത് ഈ ഒരു വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആട്ടോ. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഞാൻ യൂസ് ചെയ്യണത് ഒരു സൺസ്ക്രീം ആട്ടോ. അതാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞതാണെങ്കിൽ അധികം സൺസ്ക്രീം ഒന്നും ഇഷ്ടാവില്ല, ഒരു ഓയിലി ആക്കാരം. പക്ഷേ ഇത് നല്ല അടിപൊളിയാണ്. വാങ്ങിച്ചിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ ഇതും കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തേതാണ് ഞാൻ അതിന് തപ്പി പിടിച്ചെടുത്തോണ്ട് ഞാൻ എപ്പോഴും യൂസ് ആക്കണം. അതായത് കുറേ കാലമായിട്ട് യൂസ് ആക്കണത് കേട്ടോ ഈ ഒരു ഒലേൻ്റെ ഡേ ക്രീം. അതും നല്ല അടിപൊളി തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നത് പെരുന്നാളായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ടൊരു കുരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഫൗണ്ടേഷൻ ഇടലും അതേപോലെ തന്നെ കൺസീലറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നോക്കുന്നത് ഹൈലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറുതായിട്ടൊരു കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മിസ് റോസിന് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല നല്ല അടിപൊളി കളറാണ്. അതാണെങ്കിൽ എൻ്റെ മുഖത്തേക്ക് നല്ല സ്യൂട്ട് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത്രയും ബ്രൈറ്റ് ആണ്.
പിന്നെ ആണെങ്കിൽ ഞാൻ ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഇവിടെ കേട്ടോ, ഈ ബ്ലഷ് ഇടലും ലിപ്സ്റ്റിക്കും. ഞാൻ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റാണ് ഞാൻ ബ്ലഷ് എപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇതൊന്നും ഇട്ടുകൊടുക്കേണ്ടതൊന്നും. എന്നാലും ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിലൊക്കെയാണ് ഇതൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഇവിടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മിസ് റോസിൻ്റെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, ഹൈലൈറ്റർ, പാലറ്റ്സ് ഇതൊക്കെ പപ്പ വരുമ്പോൾ കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അതാണ് പിന്നെ ഇത്ര ഇതിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാനിത് പറയുന്നത്. ഇതിലേത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇതാണെങ്കിൽ ചെറുതായിട്ട് എവിടെ പൊട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞാൻ അതിന് എനിക്ക് മാച്ച് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തപ്പി പിടിച്ചിട്ട് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുങ്ങാൻ ഇത്ര ടൈമൊന്നും വേണ്ട. പിന്നെ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കണോണ്ടാ തോന്നുന്നു ഞാനൊന്ന് ഒരുങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കണ്ണെഴുതൽ കേട്ടോ. കാരണം അത് 2 വിങ്സും ഒരേപോലെ ആവണ്ടിനു. അതിനുള്ളൊരു ഫൈനലായിട്ട് മസ്കാര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സെറ്റിംഗ് സ്പ്രേനോട് വലിയ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും യൂസ് ചെയ്യലില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ഇത് പിന്നെ ഞാൻ ഓൾറെഡി ഒരു വട്ടം വീഡിയോ ചെയ്തതാണ്. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ആട്ടോ മാസിൻ്റെ 03 കോറസ് ഗേൾ. കാരണം ആ ഷെയ്ഡ് ഇട്ടാൽ തന്നെ നമ്മളെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയി നല്ലൊരു അടിപൊളിയായിട്ട് തോന്നും കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് ആയിരുന്നു അത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത് ഞാൻ ബ്ലഷ് ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പം ഞാനതൊന്ന് ഇടാൻ വേണ്ടി നോക്കിയായിരുന്നു. അപ്പം എൻ്റെ ഷെയ്ഡ് ഏതാന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നും കൂടെ താല്പര്യം ഹൈലൈറ്റ് ചെയ്യണതും അതേപോലെ ലിപ്സ്റ്റിക്ക് ഇടുന്നതും ആട്ടോ. ബ്ലഷിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫൈനലി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മുടിയും ഒക്കെ കെട്ടി ഫുൾ സെറ്റായി. എൻ്റെ ഈ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ അങ്ങനെ പിന്നെ വണ്ടിയിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ മടിയിലും സൈഡിലും അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് പോയിട്ട്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ ഞാനാട്ടോ ഏറ്റവും മൂത്തത്. ബാക്കി ഫുൾ കുട്ടിക്കീടംസ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഫുൾ ഓലയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെറ ഉണ്ട്, സിൽബുണ്ട്, വാവച്ചി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ എല്ലാവരും കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പോരണ വഴിക്ക് ഓരോരോ കസിൻസിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് കയറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് എങ്ങോട്ടേലൊക്കെ പോവുക, ഡ്രസ്സൊക്കെ മാറ്റി പോവുക, അതേപോലെ ഫുഡ് കഴിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ ഞാൻ കുറച്ചു നേരം ഈ മെഹന്തിയൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലായിടത്തും ചെന്നാലും അവിടെ ഒരു പായസമൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ പായസമൊക്കെ കുടിച്ച് കുറച്ചു നേരം കുട്ടീനെയൊക്കെ കളിപ്പിച്ച് അവിടെ ഇരുന്നു. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയേക്കപ്പോൾ അവിടെ ആരൊക്കെ ഇരുന്നിട്ട് ബിരിയാണി അങ്ങനെയൊക്കെ കഴിക്കണ്ടായിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും പോയാലും ഫോട്ടോ സെക്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മമ്മ എല്ലാവർക്കും പെരുന്നാൾ പൈസയൊക്കെ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഇക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പെരുന്നാൾ പൈസയൊക്കെ. ഇമ്മമ്മ ഇങ്ങനെ കൈ മടക്കി തരണ കാണാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ, മുറുക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുടിച്ചിരിക്കുമ്പോൾ മാമ വന്നിട്ട് വീണ്ടും പെരുന്നാൾ പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം പെരുന്നാൾ പൈസ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. ഇമ്മാൻ്റെ വീട്ടിൽ തന്നെ എത്തിക്കണു. ഇവിടെ പിന്നെ എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. കാര്യമായിട്ട് ഇപ്പോഴൊന്നുമില്ല, രാത്രി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, കുറച്ച് കസിൻസൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ചില പരിപാടികളൊക്കെ ഉള്ളൂ. ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.